തെരുവുനായ ആക്രമണം 4 പേർക്ക് കടിയേറ്റു. അരനല്ലൂർ പടിഞ്ഞാറ് കണ്ണകത്ത് ക്ഷേത്രത്തിന് സമീപത്തെ പ്രദേശവാസികൾക്കാണ് കടിയേറ്റത്. കഴുത്തിനു പിന്നിലും ചെവിക്കും കൈക്കും ഗുരുതരമായി മുറിവേറ്റ ജമീല ബീവിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ ചവറ സാമൂഹിക കേന്ദ്രത്തിലും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. പ്രദേശവാസിയുടെ പോത്തിനും കടിയേറ്റു. രോഗബാധിത കൂടിയാണ് ജമീല ബീവി. അക്രമകാരിയായ നായയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരെന്ന് 5ാം വാർഡ് മെമ്പർ N അനീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. അരനല്ലൂർ പടിഞ്ഞാറ് കണ്ണകത്ത് ക്ഷേത്രത്തിന് സമീപത്തെ പ്രദേശവാസികൾക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പ്രദേശവാസിയായ ജമീല ബീവി, ഭർത്താവ് തങ്ങൾ കുഞ്ഞ്, മകൻ നവാസ്, സമീപവാസി ആദിത്യൻ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ജമീല ബീവിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകൻ നവാസിനും തെരുവുനായയുടെ കടിയേറ്റത്. ശനിയാഴ്ച രാത്രിയോടെയാണ് തെരുവുനായ ആക്രമണം തുടങ്ങിയത്. വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന ആദിത്യനെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത്. മറ്റുള്ളവർക്ക് ഞായറാഴ്ച പുലർച്ചെ വീട്ടിൽ വെച്ചാണ് കടിയേറ്റത്. ആ പട്ടിയാൻ ഓടി വന്നു. പിന്നെ മായ തലയിട്ട് മലത്തിട്ട് കടിച്ചു. മോനെ പിടിക്കാൻ കടിച്ചെങ്കിലും മുറിവില്ല. മോന് മുറിവില്ല. പിന്നെ കൈ സോപ്പിട്ട് കഴിയാൻ നേരം പിന്നെ ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. അവന് തോളിൽ 2 ഇഞ്ച് എത്തി. കഴുത്തിനു പിന്നിലും ചെവിക്കും കൈക്കും ഗുരുതരമായി മുറിവേറ്റ ജമീല ബീവിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ ചവറ സാമൂഹിക കേന്ദ്രത്തിലും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. പ്രദേശവാസിയുടെ പോത്തിനും കടിയേറ്റു. രോഗബാധിത കൂടിയാണ് ജമീല ബീവി. അക്രമകാരിയായ നായയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരെന്ന് 5ാം വാർഡ് മെമ്പർ N അനീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.